ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാനും ഇപ്പം തന്നെ ലൈക്ക് ഇടാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. സബ്സ്ക്രൈബും ഷെയർ ചെയ്യണേ. എനിക്കറിയാം എൻ്റെ വീഡിയോസ് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്നറിയാം. പിന്നെ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നു, കുറച്ച് പേർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, എന്നോട് ലോങ് വീഡിയോ ഇടാൻ പറയുന്നു. കുറച്ച് പേർക്ക് ഭയങ്കര പുച്ഛം ഞാൻ വീഡിയോ ഇടുമ്പോൾ. എന്നെ കളിയാക്കുന്നതാണോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തോ എനിക്കറിയില്ല. ഞാൻ എന്ത് പുച്ഛിച്ചെങ്കും എന്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്നത് ഇടും. എനിക്ക് കഴിയുന്നത് പോലെ ഇടും. ഞാനും ഉള്ളത് വെച്ച് ഉള്ളതുപോലെ ഇടും. വെള്ളമെല്ലാം കയറ്റി കുക്കറിൽ വെക്കാൻ പോകുന്നു. ഞാൻ വേള മീൻസ് പരിപ്പാവാം. ഇത് അവിടെ വേവട്ടെ. അപ്പോൾ കുറച്ച് സംസാരിക്കാം നമുക്ക്. ഞാൻ എന്തിനാണ് ചാനൽ തുടങ്ങിയത് എന്ന് പറയാം. സത്യം ചെല്ലുക, ഞാൻ ഇതിന് മുമ്പ് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല വ്യൂ ഉണ്ടായി, നല്ല വ്യൂസ് ഉണ്ടായി. അത് വേറെ ആൾ മോട്ടിവേഷൻ കോപ്പി എടുത്ത് എൻ്റെ കിട്ടും. പിന്നെ അതാ പൊട്ടി. ആ ചാനൽ തന്നെ വേറെ ആളതല്ലേ, അങ്ങനെ കോപ്പി റൈറ്റ് വന്നു. പിന്നെ എനിക്ക് ചാനലിനെ പറ്റി ABCD എന്തോ അറിയാലോ. വെറുതെ ഒരു വീഡിയോസ് എടുത്തിട്ട് ഈ ചാനലിൽ പോയിട്ടും എനിക്കറിയില്ല. പിന്നെ ഞാൻ രണ്ടാമത് ചാനലെടുത്തു. എന്നിട്ട് അജ്ജുൻ്റെ ഡാൻസൊക്കെ ഇട്ടു. അജ്ജുക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അവന് കുറച്ച് നാണോ ഇൻട്രസ്റ്റൊക്കെ ഉണ്ട്, കുറച്ച് നാണോ. പിന്നെ ജസ്റ്റിനേക്കാൾ ഇൻട്രസ്റ്റാണ്. ഫസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റ് ഡാൻസിങ് കളിക്കാനല്ലോ. പിന്നെ ഓൾക്കൊരു മടുപ്പ് പോലെ, ഓൾക്കും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. അത്ര നമ്മളായിട്ട് നിർബന്ധിക്കാൻ അത്ര പാടില്ലല്ലേ. ഓർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ. എന്നെക്കൊണ്ട് അവളെ ഞാൻ അത്ര ബുദ്ധിമുട്ടിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് തുടങ്ങി എന്താ, ഞാൻ കുക്കിംഗ് വീഡിയോസ് എല്ലാവരും നോക്കും. അതിൻ്റെ ചാനൽ പറ്റി എനിക്ക് എന്തോ അറിയില്ല. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റാണ് കുക്കിംഗ് ചാനൽ, ഇങ്ങനെ മിണ്ടുന്ന് സംസാരിക്കുന്നതെല്ലാം നോക്കാൻ. പിന്നെ ഞാനും തുടങ്ങാലോ എന്നാലോചിച്ചു. പിന്നെ ഇതാ എൻ്റെ കൊച്ചു തമാശകളും ഈ കാണുന്ന സിമ്പിൾ കുക്കിങ്ങുകളായിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നു. ഇതാ അവിടെ പരിപ്പെല്ലാം റെഡിയായി. പിന്നെ ഉമ്മയുടെ ദോശ ആക്കിക്കൊണ്ട് അതിനിടയിൽ ഞാൻ ബെഡ്ഷീറ്റെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ജജ്ജുൻ്റെ ടിഫിനെല്ലാം ശരിയാക്കി വെക്കുന്നുണ്ട്. കാക്കൻ്റെ സൗണ്ട് കേൾക്കുന്നത് നോക്കുക. രാവിലത്തെ ഈ സ്വബയ്ക്കത്തെ ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അങ്ങനെ ഭയങ്കര കഷ്ടമുണ്ട്. കാക്കൻ്റെ സൗണ്ട് ഒക്കെ ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിന് എൻ്റെ വീഡിയോ. ഞാൻ ഫസ്റ്റ് ചാനൽ തുടങ്ങിയപ്പോൾ 2-3 പേർക്ക് ഷെയർ ചെയ്തിന് എനിക്ക് സപ്പോർട്ടാക്കാൻ ചാനൽ തുടങ്ങുക. അവരെല്ലാം സപ്പോർട്ടായിട്ടുണ്ടായി. എന്നിട്ട് ആ ഇടയ്ക്കില്ലേ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ഇട്ട് അതിലൊരു പെൺകുട്ടി എന്തോ ഒരു പുച്ഛിച്ച പല ഡയലോഗും പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീഡിയോസ് നോക്കിയിട്ട് ഇത് അത്ര രസമൊന്നുമില്ല, നല്ലേ വീഡിയോ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. എത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്തത് അറിയാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമൻറ്റ് പറയുമ്പോൾ എന്തോ ഒരു ബേജാറാണല്ലേ. ഞാൻ അന്ന് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. ഇതെന്നാണ് മനസ്സിലായി. എത്ര കഷ്ടപ്പെട്ട് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്തോ പോലെയായി. ചിലപ്പോൾ കറക്റ്റ് പറഞ്ഞതായിരിക്കാം. അത് അങ്ങ് തോന്നും, എനിക്കറിയില്ല. ഒരാൾ സ്ട്രൈറ്റായിട്ട് പറയുന്നല്ലേ. പിന്നെ അതേ ഗ്രൂപ്പിൽ 2-3 ആളെ വിളിച്ചിരിച്ചല്ലേ, നല്ല രസമുണ്ട്, ഇങ്ങനെ മുന്നോട്ട് പോകണം എന്തെല്ലാം നല്ല പറഞ്ഞു എന്നോട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും അങ്ങനെയെന്നുള്ള പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരാളല്ലേ ഉള്ളത്, ഒരാളോർത്ത് നമ്മളെന്തിനു വിഷമിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ കുറേ ആളുണ്ടല്ലേ, അതിനെ കൊണ്ട് നെഗറ്റീവ് ഞാൻ വിട്ടു. അങ്ങനെ ഫുഡെല്ലാം കൊടുത്തിട്ട് പിള്ളേർക്ക് മുടിയെല്ലാം കെട്ടിയിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പറത്ത് ഇങ്ങനെ വെയിറ്റ് ആക്കിക്കോണുണ്ട് പിള്ളേർ ഋഷിക്ക്. പറഞ്ഞാൽ ഞാൻ ഒരു ഫംഗ്ഷൻ പോയെങ്കിൽ ഭയങ്കര സൈലൻ്റാണ് ഞാൻ, ഒരു മിണ്ടാ പൂച്ചുകൊണ്ട്. ഏതെങ്കിലും ഒരു ഫംഗ്ഷനാ പോയാൽ ഇവളാണ് വ്ളോഗ് ചെയ്യുന്നത് ചോദിക്കും. ഇവളാണ് കോമഡിയൊക്കെ പറയുന്നത്. എനിക്ക് ശരിക്കും നാണം വരും. നേരിട്ട് കണ്ടെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ തിരക്കിനിടയിൽ ഞാൻ വ്ളോഗ് എടുക്കുന്നല്ലേ, അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. എന്താ വെച്ചാൽ ഞാൻ സൈലൻ്റ് അല്ലേ. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴും ഒരു ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പറയാൻ വന്നത് ആ കൂട്ടുകാർ പറഞ്ഞതൊക്കെ ആ നെഗറ്റീവൊക്കെ ഞാൻ വിട്ടു. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന 2-3 വാക്കുകളും പിന്നെ എൻ്റെ വീട്ടുകാരും അവരെ പോലെ തന്നെ എൻ്റെ ഈ കൊച്ചു വീഡിയോകളും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഓരോരുത്തരുണ്ടല്ലോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. സത്യം പറഞ്ഞാൽ ചാനൽ തുടങ്ങിയത് തന്നെ എനിക്കും അതുപോലെ തന്നെ ഇത് കാണുന്ന ഇത് റിലാക്സ് ആവാം. എൻ്റെ ചെല്ലെങ്കിൽ പിള്ളേരെ സ്കൂളിൽ പോയിട്ടായിട്ട് നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതല്ല, വീട് പണിയെല്ലാം ഒത്തരാക്കിയിട്ട്. അപ്പം എന്തൊക്കെയോ ഓർത്തിങ്ങല്ല വെറുതെ വരുന്നത്, അതൊക്കെ മാറാൻ ഒരു സമാധാനം കിട്ടാൻ വേറെ
വെറുതെ ഒന്നിരുന്ന് ചിരിക്കാനും. അതിനപ്പുറം വലിയ ലക്ഷ്യങ്ങളൊന്നും എനിക്കില്ല. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഓവർ തിങ്കൊക്കെ പമ്പ കിടക്കും. ആരും ഒന്നിനെ കുറിച്ച് വിഷമിക്കേണ്ട കേട്ടോ. രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇത് ബൈറ്റ് അസർക്കാണ്. സ്കൂൾ നല്ല വന്നാവോ. അതിനിടയിൽ ഞാനിവിടെ പച്ചരി അരക്കുന്നുണ്ട്. എനിക്കറിയില്ല ചക്കപ്പാക്ക, ഞാൻ ഫസ്റ്റ് ടൈം ഇതാക്കുന്നത്. പച്ചരി അരക്കുന്നുണ്ട്. ഉമ്മയും ജിജുവും ജസീറുമാടെ ചക്ക മുറിക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ചൂടുള്ള ചക്കപ്പം റെഡിയാവുന്നുണ്ട്. എൻ്റെ ആദ്യ ചാനൽ പോയപ്പോഴും പിന്നെ നെഗറ്റീവ് പറയുമ്പോഴും തളർന്നു പോകാതെ എന്നെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളൊക്കെയാണ്. കമൻറ്റിൽ തരുന്ന വലിയ സപ്പോർട്ടാണ്. എനിക്ക് വലിയ പ്രൊഫഷണൽ ക്യാമറ, വലിയ പത്രസോ നിങ്ങളുടെ മുന്നിലെല്ലാം കാണിക്കുന്നു ഞാൻ വീഡിയോസായിട്ട്. ഇതെല്ലാം റിയൽ ലൈഫാണ്. സ്റ്റാൻഡ് ഇനി എന്ത് പറയുന്നത്, അതിൻ്റെ പേര് പോലും എനിക്കറിയില്ല. അത് ഞാൻ എടുക്കാത്തത് തന്നെ. ഇപ്പം വേണ്ട വിചാരിച്ചു. വയ്യ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. മറ്റേ എന്ത് മൈനിച്ചെന്ന് കറിയൊന്നുമില്ല. ട്രൈപ്പോഡോ മൊബൈൽ സ്റ്റാൻഡോ ഒന്നുമില്ല. ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മൊബൈലിൽ ചാരി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ട്രൈപ്പോഡ് എടുക്കാനെന്ന് പറഞ്ഞു എൻ്റെ എടുത്തോ. ഞാൻ വിചാരിച്ചു ഇപ്പം വേണ്ട, ഞങ്ങൾക്കുണ്ട് അങ്ങനെ മനസ്സിൽ പുതിയ പോരായിട്ട് എടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ഉള്ളത് കാരണം ഞാൻ എനിക്ക് വീഡിയോസ് ഇടാൻ ഇൻട്രസ്റ്റ് ഉള്ളത്. പ്ലീസ് ഇനിയും സപ്പോർട്ട് ചെയ്യണം. പുതിയ ആൾക്കാരെ കണ്ടാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും മറക്കല്ല. ഞാൻ വീണ്ടും പറയുന്നത് എന്താ പറഞ്ഞാൽ, കുറേ ആൾക്ക് വീഡിയോ ലൈക്ക് ഇടാനെല്ലാം മറക്കുന്നുണ്ട്. കുറേ പേർക്ക് അറിയില്ല ലൈക്ക് ഇടാനോ. ചാനൽ പറ്റിയിട്ട് ഒന്നും അറിയാത്തവർക്ക് ലൈക്ക് ഇടാനൊന്നും പറഞ്ഞിട്ട് അറിയില്ല. അവർ ചിലപ്പോൾ ലൈക്ക് ഇടാതെ പോവും, ചിലപ്പോൾ മറന്നിട്ട് പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചക്കപ്പയും ചായയും റെഡിയായി. ഇത് തിന്നിട്ട് വേണം ഇനി ഇത് എഡിറ്റ് ചെയ്യാൻ പോവാൻ. അപ്പോൾ നേരത്തെ പറഞ്ഞതെല്ലാം ഓർമ്മ ഉണ്ടല്ലേ. സബ്സ്ക്രൈബ് ആക്കാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കണം. ലൈക്കും കമൻറ്റും ഷെയറും മറക്കല്ലേ.